ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ്. റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. അതിന് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. എൻ്റെ അന്നത്തെ ആ ഒരു ഈവനിങ് നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം എൻ്റെ ഇളയച്ചൻ്റെ വീടിൻ്റെ വാർപ്പേനു കേട്ടൊന്ന്. അപ്പോൾ ഒരു അനിയന്മാർ ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടേനു. അപ്പോൾ ഒരാൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കേനു. ജമാനൊന്നും ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ലേനു കേട്ടോ. അപ്പോൾ ബിരിയാണി കണ്ടപ്പോൾ പിന്നെ ആൾ ബിരിയാണി അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കേനു. സാധാരണ ബിരിയാണി കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല ബിരിയാണി ഒരാൾ കൊണ്ടു തന്നെ. എൻ്റെ ഉമ്മയൊക്കെ പറയലുണ്ട്, ചിലപ്പോൾ നമുക്ക് വേണ്ടാത്ത സാധനമായിരിക്കും, പക്ഷെ വേറെ എവിടെയെങ്കിലും ചെന്നാൽ കുട്ടികളങ്ങനെ കഴിക്കും. ചോദിച്ച് വാങ്ങി നമ്മളോട് ചോദിച്ചാൽ നമ്മളറിയും ഇല്ല ഓരത് കഴിക്കൂലെന്ന്. പക്ഷെ അപ്പോഴായിരിക്കും നമ്മൾ കഴിക്കലോ എനിക്ക് വേണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കളുടെ ഇടയിൽ. അപ്പോൾ അതേപോലെ ഇരുന്ന് ജമാനും അങ്ങനെ ബിരിയാണി ഒന്നും കഴിക്കാത്ത ആൾ ഇന്ന് ബിരിയാണി കൊണ്ടുവന്നപ്പോൾ ഭയങ്കര ഇഷ്ടത്തിൽ 2-3 തവണയൊക്കെ കഴിച്ചിട്ടുണ്ടേനു. അങ്ങനെ നമ്മൾ മുകളിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ ആറിടാനുണ്ടേനു. അത് ആറിയിട്ട് വന്നപ്പോഴേക്കും ആൾ ഫസ്റ്റത്തെ റൗണ്ട് ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ വീണ്ടും എന്നോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ എടുത്തു കൊടുത്തു. ഇവനിങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ കേട്ടോ ഫുഡ്. ഓന് കൂടുതലും ഓനക്ക് വിശന്ന് കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ലഞ്ച്, രാത്രി ഡിന്നർ അങ്ങനത്തെ ഒരു ഫുഡ് റൊട്ടീനേ അല്ല കേട്ടോ അവൻ്റെത്. കംപ്ലീറ്റ്ലി ചേഞ്ചാണ് നമ്മളടുത്തു നിന്നൊക്കെ. ഓനക്ക് വിശന്ന് കഴിഞ്ഞാൽ ഓന് ഫുഡ് കഴിക്കും. ചിലപ്പോൾ ഉച്ചക്ക് ചോറൊന്നും കഴിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഓൻ്റെത്. പിന്നെ ഞാനും ഇപ്പം എസനും ഇസാനെയും വളർത്തിയ പോലെ അല്ല കേട്ടോ. ഓൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിച്ച് കുത്തിക്കയറ്റി കൊടുക്കാറൊന്നുമില്ല. എൻ്റെ എസനും ഇസാനൊക്കെ അത്യാവശ്യം നല്ല കുത്തിക്കയറ്റി ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാതാവുന്ന സമയത്ത്. പക്ഷെ ഇവൻ്റെ ഇടയിൽ എൻ്റെ അങ്ങനത്തെ ഒരു കാര്യം നടക്കില്ല. ഇവനിങ്ങനെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ നിർബന്ധിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കിയാൽ ഇവൻ അതേപോലെ ഛർദ്ദിച്ചെങ്കിൽ തരും. അതുകൊണ്ട് ആ പണിയൊന്നും ഞാൻ ഇവൻ്റെ കാര്യത്തിൽ ചെയ്യാറില്ല. ഓനക്ക് വേണ്ട ഫുഡ് ഓനെ വന്ന് ചോദിക്കും. ഓനക്ക് വിശന്നാൽ ഓൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ചോറ് ചോദിക്കും. അപ്പം ഞാൻ ചോറ് കൊടുക്കും. പിന്നെ വേറെ എന്താണോ എനിക്ക് വേണ്ടത് അത് ചോദിക്കും, അപ്പം അതെടുത്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് ചില സമയത്ത് ചിക്കൻ കൊടുത്താൽ കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. മീനും അതേപോലെ ചില സമയത്ത് കൊടുത്താൽ കഴിക്കും, ചില സമയത്ത് കൊടുത്താൽ കഴിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക തരം ജീവിതമാണ് ഓൻ്റെത്. അങ്ങനെ എന്തായാലും ആക്കി ഞാൻ വീണ്ടും ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടേനു. അപ്പം ആ പണിയിലാണ്. അപ്പുറത്ത് ഞാൻ ഇസാൻക്ക് എഴുതാനൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കേ ഓൻ്റെ എഴുത്തൊക്കെ കഴിയുള്ളൂ. ഓനക്കാണെങ്കിൽ പിന്നെ എഴുതാനോ വായിക്കാനോ ഇരിക്കുമ്പോൾ അപ്പോൾ ഉറക്കം വരും കേട്ടോ. അതൊക്കെ തോന്നുന്നു മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ചെറുപ്പത്തിൽ നല്ല കുറച്ച് വലുതായപ്പോഴും അങ്ങനെ തന്നെ. ബുക്ക് തുറന്ന് എവിടുന്നാന്നറിയില്ല ഉറക്കം വരുന്നത്. അതുവരെ ഒരു കുഴപ്പമുണ്ടാവില്ല, ബുക്ക് തുറന്ന് ഉറക്കം വരും. അപ്പോൾ പിന്നെ ഓനെ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെച്ചു. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാൻ വിചാരിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുക്കീസൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്. കാരണം അതാകുമ്പം ഇവർക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ബെറ്റർ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പം എനിക്കൊരു സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഓർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇസാൻകോ ഒക്കെ ആയാലും ഈ കേക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ, ബ്രോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് പഴംപൊരിയൊക്കെ എനിക്ക് ഞാനുണ്ടാക്കുന്നതെന്നല്ല, വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരിയൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടി പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കീസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിലേക്കും കൊടുത്തു വിടാമല്ലോ. ഈ ബ്രെഡ് കൊടുത്ത് വിട്ട് ഞാനും മടുത്ത് കഴിച്ചിട്ട് ഓനും മടുത്തിട്ടുണ്ടാവും വേണമെങ്കിൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുക്കീസ് ജസ്റ്റ് ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ആക്കി നോക്കുകയാണ്. ഒരു ഈസി റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ കുക്കീസിൻ്റെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് പണിയുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഈസി ആയിട്ടുള്ളതൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ.
ഇത് സക്സസ് ആവുകയാണെങ്കിൽ ബ്രൗൺ ഷുഗറൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന്. ഈ ഒരു റെസിപ്പിയിൽ ഒരു മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗറൊന്നും എൻ്റെ കയ്യിലില്ലേനു. അപ്പോൾ ഞാൻ നോർമൽ ഷുഗർ വെച്ചിട്ട് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഏകദേശം ഓക്കെ ആണെങ്കിൽ ബ്രൗൺ ഷുഗറൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വൈറ്റ് ഷുഗർ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. ആകെ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കീസാണ്. അപ്പോൾ ഞാനതിലേക്ക് 1 കപ്പ് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ ആട്ടോ. മീൻസ് പീനട്ടിൻ്റെ ആ ഒരു പീസസൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്രീമി കൺസിസ്റ്റൻസി ഉള്ള പീനട്ട് ബട്ടർ എടുക്കാം. ഞാൻ 1 കപ്പ് പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഒരു കപ്പ് ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 3/4 കപ്പ് വൈറ്റ് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 എഗ്ഗും പിന്നെ വേണമെങ്കിൽ 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ വെനില എസൻസും, അത് ഓപ്ഷണലാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റും പാടി ചേർക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു കുക്കീസിന് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത്. സംഭവം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം ഇത് ഫെയിലായിട്ടുണ്ടായിരുന്നു. ഫെയിലായി എന്ന് പറയാൻ പറ്റില്ല, ഒരു 50-50 കേട്ടോ ഉണ്ടായത്. കഴിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു കറക്റ്റ് ഒരു കുക്കീസിൻ്റെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയിട്ടില്ലേനു. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് തോന്നി ഇത് ബ്രൗൺ ഷുഗർ വെച്ച് ഉണ്ടാക്കിയാൽ ഇത് സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ബ്രൗൺ ഷുഗറൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ അതിൽ നല്ല സക്സസ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കുക്കീസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സെയിം റെസിപ്പി ഫോളോ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് പീനട്ട് ബട്ടറിന് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 എഗ്ഗും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കുക്കീസിൻ്റെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അതില്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പം 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ ഒരു 20 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. പിന്നെ അതേപോലെ ഇതേപോലത്തെ ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യരുത്. ഒന്നെങ്കിൽ ഭയങ്കര തിന്നായിട്ടുള്ള ട്രേ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ട്രേ, അതിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ, നമ്മൾ ഈ ഓവൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സ്റ്റീലിൻ്റെ ടൈപ്പ് ഓഫ് സ്റ്റാൻഡില്ലേ, അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ രണ്ടാമത് ചെയ്തപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ആ ഒരു സ്റ്റീലിൻ്റെ ആ ട്രേൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത് അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രൗൺ ഷുഗറും ഞാൻ വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഇതിന് ശേഷം ഒരു 2 തവണ ആ ഒരു കുക്കീസ് ഉണ്ടാക്കി നോക്കിയിട്ടോ. ഞാൻ പിന്നെ ഇസാൻക്ക് സ്കൂളിലേക്കും കൊടുത്തേക്കും. ഇവിടെ ഇസാൻക്കും മെസക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുക്കീസ്. എനിക്കും നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും റെസിപ്പി എന്തായാലും ട്രൈ ആക്കി നോക്കിട്ടോ. പിന്നെ ഇത് നോക്കണ്ട, ഇത് ഫ്ലോപ്പാണ്. ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് ഏതൊരു ഇതിലാണോ കിട്ടിയത് അതിൻ്റെ ആ ഒരു ഫോട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഓവനിൽ വെച്ചത് കുറച്ചധികം ടൈം എടുത്തിട്ടോ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എയർ ഫ്രയറിൽ ഇങ്ങനെ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കുകയാണെങ്കിലും അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ എയർ ഫ്രയറിൻ്റെ ആ ഒരു സ്റ്റാൻഡിൽ ഹോൾസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിങ്ങനെ മെൽട്ടായിട്ട് ഇറങ്ങിപ്പോവും. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കണം. പിന്നെ അതാ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കാം.